എൻ്റെ പേര് പാറൻ T.A. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അടുത്ത് കാട്ടകമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. എൻ്റെ 2 മുട്ടും 2 ഹിപ്പിൻ്റെയും ബോൾ തേഞ്ഞിട്ട് 1-2 ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഡോക്ടർ മുരുകൻ ബാബു സാറാണ് എൻ്റെ 2 ഹിപ്പും 2 മുട്ടും മാറ്റിയിട്ട് ഇപ്പം എന്നെ നടക്കാറാക്കിയത്. ഇപ്പോൾ ഒരുവിധം ഞാൻ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒക്ടോബറിലാണ് വന്ന് അഡ്മിറ്റായത്. ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും പെരുമാറ്റം എല്ലാം വളരെ നല്ലതാണ്. ആദ്യം വന്നിട്ട് അടുത്ത സൈഡ് ഹിപ്പും മുട്ടുമാണ് മാറ്റി വെച്ചത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ വലത്തെ സൈഡ് മാറ്റി വെച്ചു. ഇപ്പോൾ 1 മാസമായി വലത്തെ സൈഡ് ഹിപ്പും മുട്ടും മാറ്റിയിട്ട് വാക്കർ പിടിച്ചിട്ടാണ് ഇതുവരെ നടന്നിരുന്നത്. ഇപ്പോൾ ഒരുവിധം വാക്കർ ഇല്ലാണ്ട് നടക്കാനായിട്ടുണ്ട്. ആദ്യം ചെയറൊക്കെ ഇട്ട് അതിലിരുന്നിട്ടാണ് ബാത്റൂമിലൊക്കെ പോയിരുന്നത്. ഇപ്പോൾ വാക്കർ പിടിച്ച് ബാത്റൂമിൽ പോയി തനിച്ചിരുന്നിട്ട് എല്ലാം കുളിക്കാനും എല്ലാനും സാധിക്കുന്നുണ്ട്. തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആദ്യം നടുവേദനയൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ മുട്ടുവേദന ഇതൊക്കെയായി തീരെ നടക്കാൻ പറ്റാതിരുന്നു. ഇപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഹിപ്പിൻ്റെ ആണ് പ്രശ്നം എന്നുള്ളത്. അതറിയാതെ മുട്ടുവേദന എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ചികിത്സിച്ചിരുന്നത്. പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം 1-2 ഹോസ്പിറ്റലൊക്കെ അവിടെ പോയി. അവിടെ നിന്ന് പറ്റാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് സാറ് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസാണ് തന്നത്. എന്തായാലും നമുക്ക് ചെയ്യാം, ഞാൻ നടത്തി തരാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി. ഇപ്പോൾ രണ്ടാമത്തെ മുട്ടും ഹിപ്പും കഴിഞ്ഞിട്ട് 1 മാസം. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ വാക്കർ പിടിച്ചിട്ടായാലും നമ്മൾ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടായാൽ നടക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ആയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വാക്കറൊക്കെ ഒഴിവാക്കിയിട്ട് തനിച്ച് നടക്കാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വന്ന കാരണമാണ് ഇത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ എല്ലാവരും നല്ല സഹകരണം തന്നെയായിരുന്നു. അത് സാറിനോടും എല്ലാവരോടും ഞങ്ങൾ അത്രയധികം കടപ്പെട്ടിരിക്കണം. ഒക്രനോസിസ് എന്ന ഒരു അസുഖമാണ് അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നത്. അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ദൈനംദിന ആവശ്യങ്ങൾ പോലും ചെയ്യാനുള്ള സാഹചര്യമില്ലാതെ നടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നിരുന്നു. ഒക്രനോസിസ് എന്ന ഒരു രോഗം നമ്മുടെ ശരീരത്തിലുള്ള ഒരു മെറ്റബോളിക് ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അത് കണ്ടുപിടിക്കുന്നതിന് ഒരു ടെസ്റ്റ് തന്നെയുണ്ട്. നമ്മളിപ്പം മൂത്രം ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം അത് പുറത്തു വെച്ചിരുന്നാൽ മൂത്രം ഒരു കറുത്ത നിറത്തിലേക്ക് മാറുന്ന ഒരു കണ്ടീഷനൊക്കെയാണ് ഈ ഒക്രനോസിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനുഷ്യ സന്ധികളെയും ബാധിക്കാം. ഇപ്പം നമ്മുടെ നട്ടലിനെയും അതുപോലെ തന്നെ ഇടുപ്പ് അസ്ഥിയെയും മുട്ടുകളെയൊക്കെ ബാധിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 ഇടുപ്പ് ജോയിൻറ്റും അതുപോലെ 2 മുട്ടും വളരെ അധികം മോശമായിട്ട് ഒട്ടും തന്നെ നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ജോയിൻറ്റുകൾ 2 ഇടുപ്പും 2 മുട്ടും നമുക്ക് വിജയകരമായി മാറ്റിവെക്കാൻ സാധിച്ചു. അദ്ദേഹം ഇപ്പം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ റിക്കവറി പീരീഡിലാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പരസഹായമോ ഇല്ലെങ്കിൽ ഈവൻ ഒരു വാക്കിംഗ് എയ്ഡോ ഇല്ലാതെ തന്നെ നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നന്നായി നടക്കട്ടെ. ഇനിയുള്ള ഭാവിയിലും അദ്ദേഹത്തിന് സ്വന്തം ജോലിക്ക് തിരിച്ച് 1 മാസം കൂടെ കഴിഞ്ഞ് മേ ബി തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ജോലിക്ക് തിരിച്ചു പോകാനും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം എല്ലാം നന്നായി വരാനുമുള്ള എല്ലാ ആശംസകളും രാജഗിരി ഹോസ്പിറ്റലിലെയും ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ ഞാൻ നേരിടുന്നു.